അപ്പോൾ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മൾ ISBT ടൂട്ടിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ISBT ടൂട്ടിക്കണ്ടി, ഇതാണ് ഷിംലയിലത്തെ പുതിയ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് ചണ്ഡീഗഡിലേക്കുള്ള ബസ് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് 57 ആയിട്ടേ ഉള്ളൂ. 12:25 നമ്മുടെ വണ്ടി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നമ്മുടെ ഇതിന് തൊട്ടുമുമ്പ് ട്രെയിൻ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇവിടെ ഷിംലയിൽ ഓട്ടോ ഇല്ല, ഒരു ടാക്സി മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടം വരെ 4 കിലോമീറ്റർ മറ്റായിരുന്നു. 350 രൂപയാണ് മേടിച്ചത്. അത്രയുണ്ട് ഇവിടെ റേറ്റ്. പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്നാണ് 350 രൂപ പറഞ്ഞത്. ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ഉൾവശമാണ്. മുകളിലത്തെ നിലയിലാണ് ബസ് പുറപ്പെടാമെന്ന് പറഞ്ഞു. അത് മോക്കളെല്ലാം മേടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ച് നോക്കിയതാണ്. 2nd ഫ്ലോറാണ്. ഇവിടെ അല്ലേ ബസ്സൊന്നുമില്ലല്ലോ. എത്തിച്ചാ അന്ന് കൗണ്ടറിൽ നിന്ന് ലിഫ്റ്റിൽ പോകാൻ പറഞ്ഞു. അതൊരു മണ്ടത്തരായിപ്പോയി. ഇതേ കിടക്കും നമ്മുടെ വണ്ടി. ഷിംല ചണ്ഡീഗഡ് B8 ആണെന്ന് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. കുറേ കാലത്തിന് ശേഷം വോൾവോ സീറ്ററിലെ യാത്ര ചെയ്യുന്ന കയറിയ ചണ്ഡീഗഡ് ഷിംല 11 ലക്ഷം ഓടിയിട്ടുണ്ട്. സീറ്റ് നമ്പർ 9. ഇത് തന്നെ സെമി സ്ലീപ്പർ. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഫ്രണ്ടിലത്തെ ടിക്കറ്റ് കിട്ടിയില്ല, എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. 3ാമത്തെ റോ കിട്ടിയത്. സെമി സ്ലീപ്പർ സീറ്റാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ വണ്ടി. ഈ വണ്ടികളിലൊക്കെ ഇങ്ങനെ ഒരു ജനലിന് ഇത്രയും സ്റ്റിക്കർ ഇട്ട് ചോദിക്കും. എന്താ വെച്ചാൽ ഡൽഹിയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ കേട്ടൺ അല്ല അവിടെ. അതുകൊണ്ടാണ് ഇതിനിപ്പോൾ കേട്ടൺ ഇട്ടുണ്ട്. കാര്യം ഇതിപ്പോൾ ഡൽഹി പോകുന്നില്ലല്ലോ. വണ്ടി മൊത്തത്തിൽ പൊളിയായിട്ടുണ്ട്. ഇവന്മാർ പങ്ക്ച്വാലിറ്റി വേറെ ലെവലാട്ടോ. നമ്മുടെ KSRTC പോലെ തന്നെയാണ്. യാത്രക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ വണ്ടി വിടും. വണ്ടിയിലൊരു 10-12 യാത്രക്കാർ മാക്സിമം 10 പേരുണ്ടാവുള്ളൂ. ഒരു 1 2 3 4 5 6 7 8 9 10 12 പേരുണ്ട്. 12 പേരുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ വിട്ട് കഴിഞ്ഞു. ഇതിന് ടിക്കറ്റ് ഞാൻ HRTCയുടെ സ്വന്തം വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ഹിമാചൽ റോഡ്വേസിൻ്റെ ടിക്കറ്റ് നമുക്ക് റെഡ് ബസ് വഴിയും ബുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ HRTCയുടെ സൈറ്റ് വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. നമുക്കിപ്പോൾ രണ്ടിൽ ഒരേ റേറ്റ് ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ എന്നാൽ ശരി, നമുക്കെന്നാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ HRTCയുടെ സൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ HRTC അബി ബസ്സിൻ്റെ ബാക്ക് എൻഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പുറപ്പെടുന്നു, ഇറങ്ങുന്നു. വിൻഡോ കൂടെയുള്ള ബസ് ഫാനിങ് കേട്ടോ. വിൻഡോ കൂടെയുള്ള കാഴ്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചണ്ഡീഗഡ് CTUവിൻ്റെ ഒരു ബസ് വരുന്നു. സത്യമാണ് 3 മണിക്കൊരു CTU ബസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്ര നേരം ഇവിടെ നിൽക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ കയറി കാണിച്ചത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയം എടുക്കുന്നത്. നല്ല ട്രാഫിക്ക്. അപ്പോൾ നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി. ഇവർ ഹിമാചൽ റോഡ്വേസുകാർ നല്ല അപ്ഡേറ്റഡ് ആണ്. കാരണം ഒരുപാട് വോൾവോ റൂട്ട്സ് ഉണ്ട് ഇവർക്ക്. എല്ലാം 12 മീറ്റർ വോൾവോസാണ്. കാര്യം മല കയറി ഇറങ്ങാനുള്ള വണ്ടികളാണല്ലോ. അതുകൊണ്ട് എല്ലാം തന്നെ ഒരു 12 മീറ്ററാണ് മേടിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലിയും കൂടി അവർ മറ്റേ 9600 പുത്തൻ മേടിച്ചിട്ടുണ്ട്. പുത്തൻ 9600 കുറച്ചെണ്ണം വന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പുതിയൊരു വണ്ടി കിട്ടുമായിരിക്കും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ചെറിയ റൂട്ടല്ലേ, ഷോർട്ട് റൂട്ടല്ലേ, അപ്പോൾ എന്തായാലും പുത്തൻ വണ്ടി തരാൻ സാധ്യതയില്ല. പുത്തൻ വണ്ടിയൊക്കെ ഡൽഹി റൂട്ടിലൊക്കെ ആയിരിക്കും ഓടുന്നത്. കാരണം ഡൽഹിയിൽ പഴയ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. വണ്ടി വിട്ടതും 600 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെന്നു. നാച്ചുറൽ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ലോക്കൽ പ്രൊഡക്റ്റാണ്.
റൂട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ട് സീറ്റ് തന്നെ പൊളിച്ചേനെ. പുതിയ ഹൈവേ ആണെന്ന് തോന്നുന്നു. Solan. Solan bus stand gitu. ISBT Solan. നമ്മൾ പുറപ്പെടുകയായി. നമ്മുടെ കണ്ടക്ടർ വന്നു. ഇതാണ് സോലനിലെ ISBT. ആ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന എല്ലാം പ്രൈവറ്റ് ബസ്സുകളാണ്. സർക്കാർ വണ്ടി ഇപ്പുറത്ത് ജസ്റ്റ് വന്ന് നിന്ന് എടുക്കുന്നത്രേ ഉള്ളൂ. ഒക്കെ ലോക്കൽ ഓടുന്ന വണ്ടികളാണ്. ഷിംല ISBT.
അങ്ങനെ കാര്യമായിട്ട് വഴിയിൽ നിന്ന് ആൾ കയറുന്നൊന്നുമില്ല കേട്ടോ. കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 2 പ്രാവശ്യം ഒന്ന് വിളിച്ചു, തിരിച്ച് ബസ്സിലോട്ട് കയറുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഒന്ന് വിളിച്ചു. വണ്ടി കയറി വണ്ടി വിട്ടു. ടൈമിംഗ് ആണെന്ന് തോന്നുന്നു ഇവരുടെ മെയിൻ. അങ്ങനെ ഫൈനലി ഞാൻ റെയിൽവേ ട്രാക്ക് കണ്ടു കേട്ടോ. ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊരു മിന്നായം പോലെ കണ്ടതുള്ളത് ഇപ്പോൾ കണ്ടു ഫൈനലി. ഇപ്പോൾ നമ്മൾ സോലൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തിയെന്ന് തോന്നുന്നു. റോഡിനും ടണലുണ്ട് കേട്ടോ. നല്ല ടണലാണ്, അത്യാവശ്യം നല്ലുള്ള ടണലാണ്. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. വണ്ടി ഏകദേശം ധരംപൂരൊക്കെ എത്തിയപ്പോൾ ഫുള്ളായിരുന്നു. ധരംപൂർ സ്റ്റോപ്പ് എനിക്ക് ഓർമ്മയുണ്ട്, വണ്ടി ഫുള്ളായി. എൻ്റെ അടുത്ത് ആളുന്നു. അത് കഴിഞ്ഞ് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ധരംപൂർ വിട്ടപ്പോൾ ഒരു 2 മണിയിട്ടുണ്ടാവും. ഇപ്പം മണി 2:51. വണ്ടി പഞ്ചക്കുള്ളയിലോട്ട് ഇനി 6 കിലോമീറ്റർ കൊണ്ടേ ഉള്ളൂ. കുറേ ദൂരം ഓടിയെടുത്ത് കഴിഞ്ഞു. അതായത് 2:51 എന്ന് പറയുമ്പോൾ 4 മണിക്ക് ഒക്കെ ആകുമ്പോഴേക്കും സുഖമായിട്ട് ചണ്ഡീഗഡ് 48 അവസാനിപ്പിക്കും. ഹൈവേന് ജസ്റ്റ് ഉള്ളിലേക്ക് തിരിഞ്ഞു വണ്ടി. ഇനിയാണ് ട്രാഫിക്. ഈ ട്രാഫിക് കൂടെ നീന്തി തുടിച്ച് വേണം ചണ്ഡീഗഡിലെത്താൻ. വണ്ടി ഞാൻ ചണ്ഡീഗഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ. ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷൻ ചൗക്കിൽ എത്തിക്കഴിഞ്ഞു വണ്ടി. കുറച്ച് നേരം പറഞ്ഞാൽ പഞ്ചക്കുള്ളയായിരുന്നു. പഞ്ചക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വണ്ടി ചണ്ഡീഗഡിലേക്ക് കയറി. ഞാൻ ആക്ച്വലി ഉറങ്ങിപ്പോകാനുള്ള കാരണം ഇതേപോലെ അങ്ങേയറ്റത്തുള്ള ഒരു സ്ത്രീ ഭയങ്കര ഛർദ്ദിച്ചായിരുന്നു. അപ്പോൾ അവർ ഛർദ്ദിക്കുന്നതും പിന്നെ വണ്ടികളുടെ വളവും തിരിവും ഇന്ന് രാവിലെ നേരത്തെ എൻ്റെ ഉറക്കക്ഷീണവും ഒക്കെ കൂടി അപ്പോൾ എനിക്കൊരു പേടിയായി. അപ്പോൾ ഞാൻ കണ്ണടച്ചെങ്കിൽ ഇരുന്നതാണ്, ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറയുന്നത് ധരംപൂരിൽ വണ്ടി ഫുള്ളായിരുന്നു, എല്ലാ സീറ്റിലും ആളായിരുന്നു. ഇപ്പോൾ വണ്ടി വീണ്ടും കാലിയായി. പഞ്ചക്കുള്ള കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങി. ഇപ്പോൾ വണ്ടി ഇപ്പോൾ വീണ്ടും കാലിയായി ഇറങ്ങി. നല്ല ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഘാട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കേട്ടോ ഇറങ്ങിയത്. പക്ഷേ കോമഡി ഇതൊന്നുമല്ല. നമ്മൾ വരുന്ന വഴിക്ക് ഇറങ്ങുന്നതിനിടയ്ക്ക് വെച്ചൊരു സ്ഥലത്ത് ഒരു ഹരിയാന റോഡ് വൈസ് ബസ്സിൽ ലഞ്ച് കഴിക്കാനായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന കണ്ടായിരുന്നു. കുറച്ച് നേരത്തെ നമ്മൾ ഓട്ടോയ്ക്ക് കയറിപ്പോയി. ആകുമ്പോൾ നല്ല പരവാകുന്നത്.
ചണ്ഡീഗഡിലേക്ക് എത്തിയത്. ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ പോകണം. ഈ ലെഫ്റ്റ് കാണുന്ന ISBT 43. ഈ ആദ്യം കാണുന്ന ഇലക്ട്രിക് ബസ്സിൻ്റെ ഡിപ്പോ ആണ്. അതിൻ്റെ ഇലക്ട്രിക് ബസ്സിലെ ചാർജിങ് കിടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സിറ്റി ബസ് സ്റ്റാൻഡ്. ഈ സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എനിക്കിനി ഹോട്ടലിലേക്ക് പോകാൻ ബസ് പിടിക്കാൻ. ഇതാണ് ലോങ് ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡ്. അതിനകത്തോട്ട് ജസ്റ്റ് കയറുന്നു. ഏറ്റവും മുന്നിലുള്ള ബസ് PRTC ആണ്, പെപ്സു. അത് കഴിഞ്ഞിട്ട് ഹരിയാന, പുറകിൽ നമ്മുടെ ഹിമാചൽ. അത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ നിർത്തി ആളെ ഇറക്കും. നേരെ ട്രാക്കിലോട്ട് വന്ന് തിരിച്ചു വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ഉടനെ തിരിച്ചു കൊണ്ടുവന്നു. അതിനിവിടെ ഉണർന്നിട്ടത് ട്രാക്കിലോട്ട് നേരെ കയറ്റണ സൗകര്യത്തിന്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് നമ്മുടെ ബസ് അവിടെ കിടക്കുന്നു. ഇപ്പം എനിക്ക് ആദ്യം താമസിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. വീഡിയോ മുഴുവൻ കണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ്. See you again. Bye-bye.